കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളി മനിതന്മാർക്കിടയിൽ ജീവിത സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ടെക്നോളജിയിൽ സംഭവിച്ച വിപ്ലവത്തോടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമസ്ത മേഖലകളിലും ഇന്ന് പ്രകടമാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യായാമ രീതിയിൽ മാറ്റങ്ങൾ പ്രകടമാണ്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നാടൻ കളരി വ്യായാമ മുറകളല്ല ഇന്നുള്ളത്. ആഹാര രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ തൊഴിൽ രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പഠന രീതികളിലും വേഷവിധാനങ്ങളിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങളുടെ എല്ലാം പ്രതിഫലനങ്ങൾ നമ്മുടെ എല്ലാം ശരീരത്തിലും പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ പുരുഷന്മാരിൽ എടുത്തു പറയേണ്ട ആശങ്കാജനകമായിട്ടുള്ള ഒരു മാറ്റമാണ് പുരുഷ ബീജത്തിന്റെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവ്. അതെ, ഇന്നത്തെ കാലത്ത് പുരുഷ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണ് ബീജത്തിൽ ഉണ്ടാകുന്ന കുറവ്. പക്ഷെ മിക്ക പുരുഷന്മാരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മുടെയൊക്കെ മനസ്സിലെ അവസാന പരിഗണന മാത്രമാകും നമ്മുടെ ബീജത്തിൻ്റെ ആരോഗ്യമല്ലേ. പോഷകാഹാരക്കുറവ് പുരുഷ ബീജത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആഹാരശീലങ്ങൾ ബീജത്തിൻ്റെ എണ്ണം കുറയ്ക്കുകയും ബീജത്തിൻ്റെ ഘടനയിലും ബീജത്തിൻ്റെ ചലനത്തെയും നമ്മുടെ ലൈംഗിക ആരോഗ്യത്തെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് പലർക്കും ഒരു പുതിയ തിരിച്ചറിവായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പുരുഷ ബീജത്തിൻ്റെ അളവും ക്വാളിറ്റിയും നിലനിർത്തുന്നതിന് സഹായകരമായിട്ടുള്ള ആഹാരങ്ങളെ കുറിച്ചാണ്. അവ ഒന്നൊന്നായി തന്നെ നോക്കാം. അതിനു മുമ്പേ ഒരു ചെറിയ സഹായം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഹലോ, വണക്കം. ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ MT ആൻഡ് യു ആർ വാച്ചിങ് ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. പുരുഷ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ. അവയിൽ ആദ്യം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ആഹാരത്തെക്കുറിച്ചാണ്. മക്കാവേരുകൾ. ഇത് നമുക്കൊരിക്കലും ഒരു മെഡിസിൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ്. പെറു എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കും. അവിടെയുള്ള ജനങ്ങൾ ഒരു വളരെ വ്യാപകമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മക്ക. ഈ മക്കയുടെ വേരുകൾ ഇന്ന് ബീജത്തിൻ്റെ എണ്ണവും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനായി ലോകവ്യാപകമായി ഒരു ആഹാര സപ്ലിമെൻ്റായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ മക്കാവേരുകളെ കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാം. മക്കാവേരുകൾ ഉപയോഗിക്കുന്നത് വഴി ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായും പുരുഷ ബീജത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായും മെച്ചപ്പെട്ട ചലനശേഷി ഉണ്ടാകുന്നതായും പല പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ മക്ക ചെടികൾ പെറുവിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭക്ഷണമായി മരുന്നായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. മക്കയുടെ വേരുകളാണ് ബീജ ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ആമസോണിലും മറ്റും നല്ല ക്വാളിറ്റി മക്ക പ്രോഡക്ട്സ് സപ്ലിമെൻറ്റുകളായി തന്നെ ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളിതിൻ്റെ ടാബ്ലറ്റ്സ് ആണ് വാങ്ങി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ദിവസവും കഴിക്കാം. ഇനി അതല്ല, പൊടിയായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പാലിൽ ചേർത്തും ഓട്സിൽ ചേർത്തും പഴച്ചാറുകളിൽ ചേർത്തും അതുപോലെ തന്നെ സ്മൂത്തി ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെൻ്റാണ് മക്ക റൂട്ട് പൗഡർ. ഇതിൻ്റെ ഒരു ആവറേജ് ഡോസേജ് ഒരു ദിവസം 3.5 ഗ്രാം മുതൽ 5 ഗ്രാം വരെയാണ്. 5 ഗ്രാം എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ. അധിക അളവിൽ ഉപയോഗിക്കുന്നവരിൽ മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാൽ തന്നെ കൃത്യമായ അളവിൽ മാത്രം നിങ്ങൾ മക്ക ഉപയോഗിക്കുക. അതുപോലെ തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനും മറ്റും മരുന്നുകൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ മക്ക വേരുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. മക്ക വേരുകൾ ഉപയോഗിക്കുന്നവർ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മാസത്തിൽ കൂടുതൽ നിങ്ങൾ തുടർച്ചയായി മക്ക വേരുകൾ ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ മക്ക വേരുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം സംസാരിച്ചത് അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത മക്ക വേരുകളെ കുറിച്ചാണ്. ഇനി നമുക്ക് ചിരപരിചിതമായിട്ടുള്ള കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ദിവസേന നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുരുഷ ബീജ വർധനവിനും പുരുഷ ബീജത്തിന്റെ ക്വാളിറ്റിയും എല്ലാം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ, മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വളരെ സഹായകരമായിട്ടുള്ള കുറച്ച് പഴങ്ങളും പച്ചക്കറികളും പരിചയപ്പെടാം. ഈ ലിസ്റ്റിൽ നമുക്ക് ആദ്യമായി സംസാരിക്കാനുള്ളത് ചീരയെ കുറിച്ചാണ്. ബീജത്തിന്റെ ആരോഗ്യകരമായ വികാസത്തിന് നമുക്ക് ഫോളിക് ആസിഡ് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ചീര, പല ജാതി ചീരകൾ, അതിലും ചുവന്ന ചീര കൊണ്ട് തയ്യാറാക്കുന്ന കറികൾ ഫോളിക് ആസിഡിന്റെ സമ്പന്നമായ സ്രോതസ്സാണ്. ഉയർന്ന അളവിലുള്ള ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് ചീരയ്ക്ക് ഒരു കഴിവ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ പുരുഷ ബീജം ഉണ്ടായി വരുമ്പോൾ ചില ബീജങ്ങൾക്ക് തീരെ ആരോഗ്യം ഉണ്ടായെന്ന് വരത്തില്ല. അതായത് അതിൻ്റെ ഒരു ഘടന ഉണ്ടാവാറില്ല. ചിലപ്പോൾ ബീജത്തിന്റെ തലഭാഗം, ഹെഡ് പോർഷനിലായിരിക്കും പ്രശ്നം. അതുപോലെ ചില സമയങ്ങളിൽ ബീജത്തിന്റെ ടെയിൽ പോർഷനിൽ അഥവാ വാലിലായിരിക്കും
പ്രശ്നം. ഇപ്രകാരം കൃത്യമായ ഒരു ഘടനയില്ലാത്തത് പുരുഷ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായി മാറാറുണ്ട്. ചീര കഴിക്കുന്നത് വഴി ഇത്തരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന ബീജങ്ങൾ ഉണ്ടായി വരുന്നത് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി ഗർഭധാരണത്തിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ചീര പോലെ തന്നെ ബീജത്തിന്റെ ആരോഗ്യത്തിന് സഹായകരമായിട്ടുള്ള മറ്റൊരു ഇലക്കറിയാണ് മുരിങ്ങയില. കർക്കിടക സീസണിലൊഴികെ, കർക്കിടക കാലത്തൊഴികെ ബാക്കിയുള്ള ഏതൊരു കാലത്ത് നിങ്ങൾക്ക് മുരിങ്ങയില നിങ്ങളുടെ ആഹാരക്രമത്തിൽ ആരോഗ്യകരമായി ചേർക്കാം. സ്പീക്കിംഗ് അബൌട്ട് മുരിങ്ങയില 2ാം സ്ഥാനത്താണ്. മുരിങ്ങക്കായയാണ് 1ാം സ്ഥാനത്ത്. പുരുഷ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സിങ്കിന്റെ നല്ലൊരു സ്രോതസ് ആയതുകൊണ്ട് തന്നെ പുരുഷന്മാരിലെ ബീജ ഉൽപാദനത്തിനും വളരെ സഹായകാരിയായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് മുരിങ്ങക്കായ. ഇനി പ്രമേഹ രോഗികളാണ് നിങ്ങളെങ്കിൽ, പ്രമേഹ രോഗ സാധ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ ഈ മുരിങ്ങക്ക ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, അവരുടെ ബീജ ഉൽപാദനത്തിനെല്ലാം വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ മുരിങ്ങക്ക. ഏതായാലും പച്ചക്കറി കട വരെ നിങ്ങൾ പോവുകയാണ്, മുരിങ്ങക്ക വാങ്ങി വരുന്ന വഴിക്ക് നിങ്ങൾക്ക് അല്പം വെണ്ടക്ക കൂടി വാങ്ങാം. സിങ്കിന്റെ നല്ലൊരു സ്രോതസ്സാണ് ഈ വെണ്ടയ്ക്ക മാത്രമല്ല, അപ്പുറത്തിരിക്കുന്ന തക്കാളി. സിങ്കിന്റെ വളരെ നല്ല സ്രോതസ്സുകളായതുകൊണ്ട് തന്നെ ഈ വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങയ്ക്കയും എല്ലാം വളരെ ഫലപ്രദമായിട്ട് പുരുഷ ബീജം വർദ്ധിപ്പിക്കുന്നതിനും പുരുഷ ബീജത്തിന്റെ ആരോഗ്യം വർദ്ധിക്കാനും സഹായകരമായിട്ടുള്ള പച്ചക്കറികളാണ്. സോ പച്ചക്കറി കടയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്തിട്ട് വരരുത്. ഈ പച്ചക്കറി കട എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും തക്കാളി ഒരു പച്ചക്കറിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. തക്കാളി ഒരു പച്ചക്കറിയല്ല, തക്കാളി ഒരു ഫ്രൂട്ടാണ്. പക്ഷെ അതിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇനി നോൺ വെജ് ആഹാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പുരുഷ ബീജത്തിന്റെ ഉൽപാദനത്തിന് സഹായകരമായിട്ടുള്ള നോൺ വെജ് ആഹാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മുട്ടയും പാലുമാണ് 1ാം സ്ഥാനം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പ്രോട്ടീന്റെ വളരെ നല്ലൊരു സ്രോതസ്സാണ് ഇവ രണ്ടും. അതുപോലെ തന്നെ പുരുഷ ബീജത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മുട്ടയുടെ വെള്ള. നമ്മുടെ ശരീരത്തിന് ഇന്ന് വലിയൊരു വെല്ലുവിളിയായി കടന്നു വരുന്ന ഘടകമാണ് ഫ്രീ റാഡിക്കലുകൾ. ഞാൻ തന്നെ വീഡിയോയിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ ഫ്രീ റാഡിക്കലുകളെ കുറിച്ച്. ബേക്കറി ഭക്ഷണങ്ങൾ, പലഹാരങ്ങൾ, പരിസര മലിനീകരണം ഇവയെല്ലാം തന്നെ ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും. നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയുടെ വെള്ള ഉപയോഗിക്കുന്നത് ഫ്രീ റാഡിക്കലുകൾ കയറി നശിപ്പിക്കുന്നതിൽ നിന്നും ബീജത്തെ സംരക്ഷിക്കുകയും ബീജത്തിന്റെ ചലനശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ കഴിയുമെങ്കിൽ മുട്ടയുടെ വെള്ള കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പാലും ഉപയോഗിക്കുക. ഇനി അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു സ്പേം സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. ബീഫിന്റെ കരൾ വിറ്റാമിൻ B12 ഒരു അസാധാരണമായിട്ടുള്ള സ്രോതസ്സാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ആഹാരത്തിൽ ബീഫിന്റെ കരൾ കൂടി ഉൾപ്പെടുത്തുക. പുരുഷ ബീജം ഉണ്ടായി വരുന്നതിന് വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു സ്പേം സൂപ്പർ ഫുഡാണ് ഈ ബീഫിന്റെ കരൾ. ലിസ്റ്റിൽ അടുത്തതായി സംസാരിക്കാനുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള വാഴപ്പഴത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ചും നേന്ത്രപ്പഴം, ഏത്തപ്പഴം. വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള A-B-C വിറ്റാമിനുകൾ ആരോഗ്യകരവും ചലനശക്തിയുമുള്ള ബീജകോശങ്ങളെ നിർമ്മിക്കാൻ വളരെയധികം സഹായകരമാണ്. അതുപോലെ തന്നെ സ്പെർം കൗണ്ട് അഥവാ ബീജങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വരുന്നതിനും ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് എത്തേണ്ടതായിട്ടുണ്ട്. വിറ്റാമിനുകൾ മാത്രമല്ല, ഏത്തപ്പഴത്തിൽ ബ്രൊമൈലൈൻ എന്നറിയപ്പെടുന്ന ഒരു എൻസൈം കൂടി അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈമും ബീജത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, പുരുഷ ബീജത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്നതിനും വളരെ സഹായകരമായിട്ടുള്ള ഒരു ഘടകമാണ്. ലിസ്റ്റിൽ അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റിനെ കുറിച്ചാണ്, ഡാർക്ക് ചോക്ലേറ്റ്സ്. ഡാർക്ക് ചോക്ലേറ്റ്സിൽ L-അർജിനൈൻ HCl എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷ ബീജ ഉൽപാദനത്തിനെ വളരെയധികം സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ സാധിക്കുന്ന പല ഫ്ലേവറുകൾ ചേർന്നിട്ടുള്ള പഞ്ചസാരയെല്ലാം കലർന്നു വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് അത്ര സഹായകരമായി മാറാറില്ല. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കഴിവതും പഞ്ചസാര ചേർത്തിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങാൻ സാധിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റുകൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ നിർമ്മാണം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. ഇവ ദിവസവും തയ്യാറാക്കി ഉച്ചയ്ക്ക് ശേഷം, ആഹാരശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരളവിൽ ഉപയോഗിക്കാം.